ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റംബൂട്ടാൻ വീഡിയോയുമായിട്ടാണ്. നമുക്കിന്ന് കുറച്ചധികം റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. അതിൽ കുറേ അധികം ഞാൻ ഇപ്പോൾ തന്നെ അകത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണല്ലേ. നമുക്കൊന്നും വീട്ടിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഇഷ്ടം പോലെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നമുക്കിപ്പം കിട്ടും. എന്നും കഴിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക് റംബൂട്ടാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് മഞ്ഞ റംബൂട്ടാനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സീഡ് വലുതായിരിക്കും, പഴുപ്പ് വളരെ കുറച്ചേ കാണത്തുള്ളൂ. പക്ഷേ ഇതിന് നല്ല മധുരമാണ്. എനിക്ക് ഈ കഴിഞ്ഞിടെ എല്ലാം കിട്ടിയത് റെഡ് കളറുള്ള റംബൂട്ടാനായിരുന്നേ. അതിനൊക്കെ ഒരു ഇച്ചിരി പുളിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മുടെ കൊച്ചിന് റംബൂട്ടാൻ വളരെയധികം ഇഷ്ടമാണ്. അവൻ കൈ കിട്ടിയാൽ എന്നാ പറയുക, കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ. ബാക്കി മൊത്തം വേസ്റ്റാക്കി കളയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി ഇരുന്ന് ഞാനാണ് കഴിക്കുന്നത്. അവൻ നമ്മളെ കൊണ്ട് പൊളിക്കാനൊന്നും സമ്മതിക്കില്ല. അവൻ കടിച്ച് പൊട്ടിച്ചാണ് അത് പൊട്ടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പ്ലേറ്റും കത്തിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ആവശ്യമായ റംബൂട്ടാൻ്റെ പൾപ്പ് പീസ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഓരോന്നോരോന്നായിട്ടിരുന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ച് ഓരോ പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തോട്ട് വരും. അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്നും രണ്ടോ എണ്ണമൊക്കെ ആയിട്ട് ഇടയ്ക്ക് അകത്താക്കുന്നുമുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റംബൂട്ടാനിലേക്ക് അല്പം ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, അല്പം നാരങ്ങാനീര് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റംബൂട്ടാൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കുരുമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടാനുസരണം പോലെ ചേർക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 ദിവസം വരെയൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ച്. എന്നും വെറുതെ കഴിക്കുന്ന നേരത്തെ ഇടയ്ക്ക് ഇങ്ങനെയും കൂടെ ട്രൈ ചെയ്യുക. ചുമ്മാ ഒരു രസം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.